നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. നീന്തലിലൂടെ തിരികെ കിട്ടിയ ജീവിതത്തിലെ ഏറെ സമയവും കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കാൻ വിനിയോഗിച്ച് ഏങ്ങണ്ടിയൂർ സ്വദേശി അരുൺ രാജ്. ബി.ജെ.പി. നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി വികസന മുന്നേറ്റ പദയാത്രകൾ നടത്തി. തൃപ്രയാർ ഷൺമുഖ സമാജം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി നോക്കാം. തളർച്ചയിൽ മുങ്ങിത്താണ് തന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ നീന്തൽ എന്ന കായിക വിനോദത്തെ ചേർത്ത് പിടിക്കുകയാണ് ഏങ്ങണ്ടിയൂർ സ്വദേശിയായ തയ്യിൽ വീട്ടിൽ അരുൺ രാജ്. രക്തസമ്മർദ്ദത്താൽ തലച്ചോറിലെ ഞരമ്പുകൾ പൊട്ടി ഒരു വശം തളർന്ന് ഇനി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനാകില്ലെന്ന് ഡോക്ടർമാർ വരെ വിധിയെഴുതിയിരുന്നു. എന്നാൽ ഇച്ഛാശക്തിയും മനസാന്നിധ്യവും കൊണ്ട് വിധിയെ കീഴടക്കി അരുൺ രാജ് പതിയെ ജീവിതത്തിലേക്ക് മടങ്ങി. തന്റെ തിരിച്ചുവരവിന് മരുന്നുകൾക്കും ഫിസിയോതെറാപ്പി ചികിത്സകൾക്കുമൊപ്പം നീന്തൽ നൽകിയ സഹായം ഏറെയാണെന്ന് ഇദ്ദേഹം പറയുന്നു. 1.5 വർഷം മുന്നേ എനിക്കൊരു സ്ട്രോക്ക് വന്നിട്ടുണ്ടായിരുന്നു. തലയിലെ ഞരമ്പ് കൂട്ടിയിട്ട് എൻ്റെ കൈ റൈറ്റ് സൈഡ് 2 കൈയും കാലും തളർന്നുപോയി. അല്ല ഏകദേശം ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെല്ലാം പറഞ്ഞ് നിങ്ങളൊരു 2 വർഷം അല്ലെങ്കിൽ ഇത് നടക്കില്ല എന്നൊരു പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്കൊരു മാറ്റം വന്നിട്ട് ഈ സ്വിമ്മിങ് ആണ്. ഞാൻ ഇത് നീന്തുകയും നീന്തി തുടങ്ങിയതിന് ശേഷം തന്നെയാണ് ഇപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ നടക്കുന്നത്. മുന്നേ ഞാൻ ടെലികോമിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടെലികോം ഇൻഡസ്ട്രിയൽസ് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് സംഭവിക്കുന്നത് തന്നെ. പിന്നെ ആ മേഖലയിൽ നിന്ന് എനിക്ക് വിട്ടു നിൽക്കേണ്ട വന്നു. ഇപ്പോൾ ഒരു ഉപജീവന മാർഗമായിട്ട് ഞാനിവിടെ ഓട്ടോറിക്ഷ ഓടിക്കുകയും പിന്നെ 2 നേരം രാവിലെയും വൈകിട്ടും ഈ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുകയുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീന്തലിൽ താൻ നേടിയ അറിവുകൾ ഇപ്പോൾ കുരുന്നുകൾക്ക് പകർന്നു കൊടുക്കുന്നതിലാണ് ഈ 39-കാരൻ സന്തോഷം കണ്ടെത്തുന്നത്. വർദ്ധിച്ചു വരുന്ന മുങ്ങിമരണങ്ങളെ അതിജീവിക്കാൻ കുട്ടികൾ നീന്തൽ പരിശീലിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഇദ്ദേഹത്തിന്റെ പക്ഷം. സാധാരണഗതിയിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം മുങ്ങിമരണങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാനിവിടെ കുട്ടികൾക്ക് കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ കോച്ചിങ് കൊടുക്കുന്നത് തനിയും അക്കാഡമിക് രീതിയിലാണ്. അതായത് 4 ടൈപ്പ് നീന്തലുകളാണ് ഞാനിവിടെ പരിശീലിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവർക്ക് ഒരു സാധാരണ ഒരു നീന്തൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ബ്രീത്തിങ്ങിന് പ്രോബ്ലം ആയിട്ട് അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ ആ ഒരു രീതിയല്ല വരുന്നത്. ഇപ്പോൾ വായുകൊണ്ട് ശ്വാസം എടുത്തിട്ട് മൂക്കുകൊണ്ട് വെള്ളത്തിൽ തന്നെ അവർക്ക് അതിജീവിക്കുന്ന രീതിയിലാണ് ഞാനിവിടെ ട്രെയിനിങ് കൊടുക്കുന്നത്. അത് ഏങ്ങണ്ടിയൂർ മാമ്പുള്ളിക്കാവ് അമ്പലക്കുളത്തിലാണ് നീന്തൽ പരിശീലനം നൽകുന്നത്. സാധാരണഗതിയിൽ നീന്തൽ പഠിപ്പിക്കുക മാത്രമല്ല ഇവിടെ ചെയ്യുന്നത്. തികച്ചും ശാസ്ത്രീയമായി അക്കാദമിക രീതിയിൽ മത്സരങ്ങൾക്ക് തയ്യാറാക്കുന്ന രീതിയിലാണ് ഇവിടെ പരിശീലിപ്പിക്കുന്നത്. 4 ഇനം നീന്തൽ ശൈലികൾ പുറമെ വാട്ടർ പോളോയും ഇവിടുത്തെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. 6-7 നാഷണൽ ഉണ്ട്, 6-7 പേര്. പിന്നെ ഇവിടെ നമ്മുടെ അടുത്ത പിള്ളേർക്ക് സ്റ്റേറ്റ് മത്സരിക്കാനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള പിള്ളേർക്കൊക്കെ ഇനി വാട്ടർ പോളോ ടീമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ സെക്കൻഡൊക്കെ കിട്ടിയിട്ടുണ്ട് പിള്ളേർക്ക്. ഇത്രയും ബസ് ഞാനിവിടെ നീന്തൽ പഠിച്ചിട്ടാണ് ഇത്രയും കാലമായിട്ട്. നല്ലോണം നീന്താൻ കൂടി നീന്തല്ലേ, വെള്ളത്തിറങ്ങാൻ തന്നെ പേടിയായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ അരുൺ ഭാഷൻ്റെ നീന്തൽ പഠിപ്പിച്ച് ഉപജില്ലയിൽ പോയി 3 ഫസ്റ്റ് കിട്ടി. പിന്നെ ഞാൻ സെൻറ് തോമസ് സ്കൂളിലാണ് പഠിക്കുന്നത്. 6 മാസത്തിനുള്ളിൽ സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെ തന്റെ കുട്ടികൾക്ക് വിജയം നേടാനായതിൽ ഏറെ സന്തോഷത്തിലാണ് അരുൺ രാജ്. രാവിലെയും വൈകിട്ടും കുട്ടികൾക്ക് പരിശീലനം നൽകും. ടെലികോം മേഖലയിൽ തൊഴിൽ ചെയ്തിരുന്ന ഇദ്ദേഹം അസുഖം ബാധിച്ചതിന് ശേഷം ഓട്ടോ ഓടിച്ചാണ് ഇപ്പോൾ ഉപജീവനം നടത്തുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ NDA അന്തിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് രാഗി പ്രദീപ് അധ്യക്ഷയായി. E.P. ജാൻസി, ഗോകുൽ കരിപ്പിള്ളി, ഉദയ വേണുഗോപാൽ, പ്രസാദ് ചേർത്തടുത്ത്, പ്രസീത കൃഷ്ണകുമാർ, ബിജു അണ്ടേഴത്ത്, സുനിൽ ദത്ത് എന്നിവർ സംസാരിച്ചു. അയ്യപ്പ ദർശനത്തിനായി എത്തുന്ന അയ്യപ്പ ഭക്തന്മാര് ശബരിമലയിൽ
സമർപ്പിക്കുന്ന കാണിക്കയും അതുപോലെ തന്നെ സ്വർണമടക്കമുള്ള ആ സമർപ്പിക്കുന്ന ദ്രവ്യങ്ങളെല്ലാം തന്നെ ശബരിമലയിൽ നിന്നും കൊള്ള ചെയ്തു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ശബരിമലയുടെ പവിത്രതയും ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും തകർക്കുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ട് നാളുകളേറെയാണ്. വലപ്പാട് ഉപജില്ലാ കലോത്സവം ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നു. കലോത്സവം മെയിൻ വേദിയുടെ സമീപത്ത് NSS വളണ്ടിയേഴ്സ് ഒരുക്കിയിട്ടുള്ള NSS സ്നാക്സ് കോർണർ കലോത്സവത്തിലെത്തുന്നവർക്ക് വേറിട്ട അനുഭവമാണ് സമ്മാനിക്കുന്നത്. കുട്ടികളുടെ വീട്ടിൽ ഉപ്പിലിട്ട വിഭവങ്ങൾ, ചമ്മന്തിയോടൊപ്പം ബജ്ജികൾ, ചായ, ഐസ്ക്രീം, ജ്യൂസുകൾ എന്നിങ്ങനെ വ്യത്യസ്ത വിഭവങ്ങൾ ഇവിടെയുണ്ട്. ഡിസംബറിൽ നടക്കുന്ന 7 ദിവസത്തെ NSS വളണ്ടിയേഴ്സിനുള്ള ക്യാമ്പിന്റെ ധനസമാഹരണത്തിന് വേണ്ടിയാണ് സ്റ്റാൾ ഒരുക്കിയിട്ടുള്ളത്. വലപ്പാട് ഉപജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഭരതനാട്യം മോഹിനിയാട്ടത്തിൽ 1ാം സ്ഥാനവും കുച്ചിപ്പുടിയിൽ 2ാം സ്ഥാനവും നേടി മഹിക പ്രകാശ്. ഏങ്ങണ്ടിയൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മഹിക. തൃപ്പൂണിത്തറ അത്തം ആഘോഷത്തിൽ മഹികയ്ക്ക് ഭരതനാട്യത്തിൽ 2ാം സ്ഥാനം കിട്ടിയിരുന്നു. കൂടാതെ പ്രശസ്തമായ നിരവധി വേദികളിൽ തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള കലാകാരിയാണ് മഹിക. മോഹിനിയാട്ടത്തിൽ ഗുരു ഡോക്ടർ RLV രാമകൃഷ്ണന്റെ ശിക്ഷണത്തിലും ഭരതനാട്യം, കുച്ചിപ്പുടി എന്നിവയിൽ ഗുരു RLV സുഭീഷിന്റെ ശിക്ഷണത്തിലാണ് കല അഭ്യസിച്ചു പോരുന്നത്. അച്ഛൻ ആറുകെട്ടി പ്രകാശ്, അമ്മ സൂന പ്രകാശ്. ചരിത്രപ്രസിദ്ധമായ വള്ളൂർ ആലന്താഴം മഹാവരാഹി ദേവി ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തിക്കാട് പാടശേഖരത്തിൽ വിശേഷാൽ പൂജകളോടെ കാർഷിക വൃത്തികൾക്ക് തുടക്കമായി. കർഷണം ബീജാധാനം എന്ന പേരിൽ നടന്ന പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് മന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന ദേവിയുടെ തിരുവായുധമായ ചൈതന്യവൽക്കരിച്ച കലപ്പ പ്രതിഷ്ഠ മഞ്ഞക്കരയിലുള്ള ക്ഷേത്രത്തിന്റെ കൃഷിയിടത്തിൽ വിശേഷാൽ പൂജകളോടെ ഉഴുതുമറിച്ച് വിത്ത് വിതച്ചു. ദേശപരദേവതയായ വാരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ വിളകൾക്ക് സംരക്ഷണം ഉണ്ടാകാനും മികച്ച വിളവ് ലഭിക്കാനും കൃഷിയിൽ ഏർപ്പെട്ട മുഴുവൻ പേർക്കും അതിന്റെ പങ്ക് കിട്ടാനും കാർഷിക സമൃദ്ധി പുനഃസ്ഥാപിക്കാനുമാണ് കർഷകർ ഇതാചരിക്കുന്നത്. പാടശേഖര കമ്മിറ്റി സെക്രട്ടറി V. ശരത് ദേവിയുടെ തിരുവായുധം കലപ്പ കൊണ്ട് നിലം ഉഴുതുമറിച്ചും അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ പൂജിച്ച വിത്ത് വിതച്ചും കാർഷിക വൃത്തികൾക്ക് ആരംഭം കുറിച്ചു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി രാമൻ, വാർഡ് മെമ്പർമാരായ ലീന മനോജ്, സരിത സുരേഷ്, KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് AG രാജേഷ്, ജില്ലാ സെക്രട്ടറി പ്രസാദ് അന്തിക്കാട്, പ്രമുഖ കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി എത്തി. ക്ഷേത്ര ഭാരവാഹികളായ പ്രവീൺ പണ്ടാരത്തിൽ, സിനീഷ് തണ്ടാശ്ശേരി, സുബിൻ കാരാമാക്കൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എലിയെ കണ്ടാലും ദൈവമാണ്, പശുവിനെ കണ്ടാലും ദൈവമാണ്, പക്ഷിയെ കണ്ടാലും ദൈവമാണ്. തെങ്ങ് കൽപ്പവൃക്ഷമാണ്, ആല് ആ ബ്രഹ്മം ഉള്ള ഒരു വൃക്ഷമാണ്. വിത്ത് ദൈവമാണ്, നിലം ദൈവമാണ്, ഭൂമി ദേവിയാണ്. അപ്പം നമുക്ക് ദൈവികമല്ലാണ്ട് ഒന്നുമില്ല. ചെയ്യുന്ന പ്രവൃത്തികളും അങ്ങനെ തന്നെയാണ്. ഈ കാർഷികവും അതെ, കൃഷിയും അതെ. നമ്മൾ ഈശ്വരീയമായിട്ടാണ് ഭാരതത്തിൽ ചെയ്യാറ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യണേ. അപ്പോൾ അതിന് ഇപ്പോൾ ഈ നിലവിലെ സ്ഥിതികളൊക്കെ മാറി വന്നപ്പോൾ ചില മാറ്റങ്ങൾ ചില സ്ഥലത്തൊക്കെ ഉണ്ടോയെന്ന് ശരി, അതേ ഉള്ളൂ. എന്തായാലും ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ ഉണ്ടായി. ഒരു കാര്യം നമുക്ക് സ്തുത്യർഹമായിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. അന്തിക്കാട് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വളരെ മികച്ച തരത്തിലുള്ള ഒരു സഹകരണം ഈ വക കാര്യങ്ങൾക്ക്. അവർ പലരും അതിലത്ര വിശ്വാസികളൊന്നല്ല എങ്കിൽ തന്നെ ഈ വക കാര്യങ്ങളിൽ അങ്ങേയറ്റം സഹകരണവും ഒക്കെ അവർ ചെയ്തു തരുന്നുണ്ട്. പ്രമേഹ രോഗത്താൽ ഇടതുകാൽ മുറിച്ചു മാറ്റുകയും വലപ്പാട് ആനവിഴുങ്ങിയിൽ താമസയോഗ്യമല്ലാത്ത വീട്ടിൽ നിന്നും പടിയിറങ്ങേണ്ടി വരികയും ചെയ്ത ലീലയ്ക്ക് കൃത്രിമ കാല് നൽകി ആശ്വാസത്തിന്റെ തണൽ പകരുകയാണ് സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. 8 വർഷം മുമ്പ് മരണപ്പെട്ട നായക്കാട്ട് രാമചന്ദ്രന്റെ ഭാര്യയാണ് ലീല. ഏകമകൻ ആദർശ് കേബിൾ വർക്ക് തൊഴിലാളിയാണ്. മകന്റെ തുച്ഛമായ വരുമാനം മാത്രമാണ് കുടുംബച്ചെലവിനും ചികിത്സയ്ക്കുമായിട്ടുള്ളത്. ലീലയുടെ ദുരിതം മനസ്സിലാക്കിയ സ്നേഹത്തണൽ പ്രവർത്തകർ തളിക്കുളത്തുള്ള സഹോദരിയുടെ വാടക വീട്ടിലെത്തി കൃത്രിമക്കാൽ വെച്ച് നൽകി. ട്രസ്റ്റ് പ്രസിഡന്റ് രാജൻ പട്ടാട്ട്, ജനറൽ സെക്രട്ടറി MA സലീം, ട്രഷറർ TV ശ്രീജിത്ത്, ജോയിന്റ് സെക്രട്ടറിമാരായ അശോകൻ KC, NV ഷൺമുഖരാജ്, ട്രസ്റ്റ് അംഗം നസീർ PM തുടങ്ങിയവർ സംസാരിച്ചു. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും അതുപോലെ സങ്കീർണതകളും നിരാശയും എല്ലാം നമ്മളെ ബാധിക്കും. അങ്ങനെ നിരാശ ബാധിക്കുന്ന ജീവിതങ്ങളെ നമ്മളൊരു ജീവിതം കൊടുക്കുന്ന രീതിയിലേക്ക്
മാറ്റുക എന്നതാണ് സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരാണ് എപ്പോഴാണ് നമ്മളൊരു സഹായം തേടി വരിക എന്നുള്ളതൊന്നും പറയാൻ സാധ്യമല്ല. നമ്മളെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ നല്ലപോലെ ജീവിക്കുന്ന സമയത്ത് വളരെയധികം ആളുകൾ നമ്മളൊപ്പം കൂടുകയും നമ്മൾക്ക് ജീവിതത്തിൽ വലിയൊരു കഷ്ടത വരുമ്പോൾ ആരാണ് തുണ എന്ന് തേടി പോകേണ്ട ഒരു ഗതികേടിൽ ജീവിച്ചിരിക്കുന്ന കുറേ ജീവിതങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. ആ സമൂഹത്തെ തേടി നടക്കുന്ന ഒരു പ്രവണതയാണ് സ്നേഹത്തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വാർത്തകൾ തുടരുന്നു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 20-ാം വാർഡിലെ കോഴിശ്ശേരി ടെമ്പിൾ ലൈൻ റോഡ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് നിർവഹിച്ചു. 20-ാം വാർഡ് മെമ്പർ വൈശാഖ് വേണുഗോപാൽ അധ്യക്ഷനായി. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20-ാം വാർഡിൽ നിർമ്മിച്ച 2ാമത്തെ റോഡിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. റോഡ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് റോഡ് നിർമ്മാണത്തിൽ പങ്കാളികളായ മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും വാർഡ് മെമ്പർ കെയർ പദ്ധതിയുടെ ഭാഗമായുള്ള സ്നേഹോപഹാരങ്ങളും നൽകി. പരിപാടിയിൽ കവിത ലെനിൻ, ബിന്ദു ഷാജി, പ്രീതി കോഴിശ്ശേരി, രാഖി സതീശൻ, രതി എന്നിവർ സംസാരിച്ചു. മനോഹരൻ തൈക്കാട്ട്, അജീഷ് കോഴിശ്ശേരി, സനിൽ കോഴിശ്ശേരി, അൻവർ അമ്പലത്ത് വീട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് ചിലപ്പോൾ കുറേ നാളുകളായിട്ടുള്ള റോഡിലൊരു സ്ട്രീറ്റ് ലൈൻ ഇട്ട് കൊടുക്കുമ്പോഴായിരിക്കും അത് ജനങ്ങൾക്ക് ഏറെ സന്തോഷം ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരു റോഡ് ചെളിയൊക്കെ ചവിട്ടാതെ വണ്ടി വളരെ ഭംഗിയായിട്ട് പോകാനായിട്ട് റോഡ് കൊടുക്കുമ്പോഴായിരിക്കും നമ്മൾ വലിയ വലിയ ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ട് കെട്ടിടം ഉണ്ടാക്കി നൽകുന്നതിനേക്കാളും സൗകര്യവും സന്തോഷവും ഒക്കെ നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാണ്. നമ്മൾക്ക് ഒരുപാട് റോഡുകൾ ഇതേപോലെ തൊഴിലുറപ്പ് പദ്ധതിയിലും ഗ്രാമപഞ്ചായത്തിൻ്റെ വിഹിതം ഉപയോഗിച്ചുകൊണ്ടും 20 വാർഡുകളിൽ നമുക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ടും ജനങ്ങൾക്ക് നൽകാനായിട്ടും സാധിച്ചു. LDF 13-ാം വാർഡ് കൺവെൻഷൻ നടന്നു. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ആ താല്പര്യത്തിനെ സംബന്ധിച്ച് നാളെ നമ്മുടെ നാട്ടിക പഞ്ചായത്തിൽ സംഘടിപ്പിച്ച ജനാധിപത്യ പ്രസ്ഥാനത്തിന് കൂടുതൽ ആരോഗ്യപരമായ ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ വലിയ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ യോഗം നമ്മുടെ ജീവിത കമ്മിറ്റി കൂടി ആലോചിച്ചു. നമ്മുടെ ജനങ്ങളോട് നമ്മൾ അടുപ്പിച്ച ജനാധിപത്യ മുന്നണി നടപ്പാക്കിയ പൊതുസംഘം സംബന്ധിച്ച് വളരെ കേരളത്തിൽ
CPI മണ്ഡലം കമ്മിറ്റി അംഗം BB പ്രദീപ് അധ്യക്ഷനായി. നാട്ടിക LDF നാട്ടിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനറും നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ MR ദിനേശൻ, CPI നാട്ടിക മണ്ഡലം സെക്രട്ടറി KM കിഷോർ കുമാർ, CS മണി, വിജയരാഘവൻ തട്ടുപറമ്പിൽ, PK സുഭാഷ് ചന്ദ്രൻ, മുൻ വാർഡ് മെമ്പറും CPI ലോക്കൽ കമ്മിറ്റി അംഗവുമായ TC ഉണ്ണികൃഷ്ണൻ, ചിഞ്ചു സുധീർ എന്നിവർ സംസാരിച്ചു. 13ാം വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായി ചിഞ്ചു സുധീറിനെയും പ്രസിഡന്റായി ജിതേഷും കൺവീനറായി രജനി അനിൽകുമാറും വൈസ് ചെയർമാനായി രോഹിത് ഉണ്ണിയെയും ജോയിന്റ് സെക്രട്ടറിയായി ശൈലജ ദിവാകരനെയും തെരഞ്ഞെടുത്തു. 13ാം വാർഡിൽ വിവിധ മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ച വ്യക്തികളെയും വാർഡിലെ മികച്ച കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. മണലൂർ നിയോജക മണ്ഡലത്തിലെ SIR പ്രവർത്തനങ്ങളുടെ ഭാഗമായി സമ്മതിദായകരുടെ കണക്കെടുപ്പിനായുള്ള എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണ ഉദ്ഘാടനം നടന്നു. ചാവക്കാട് ഭൂരേഖ തഹസിൽദാരും അസിസ്റ്റന്റ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറുമായ CR ജാസൻ, ഫുട്ബോൾ താരവും വാടനപ്പള്ളി വില്ലേജ് ബൂത്ത് 132ലെ സമ്മതിദായകനുമായ രാഹുൽ രാജിന് എന്യൂമറേഷൻ ഫോം നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ചാവക്കാട് ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ സൂരജ് KR, വാടനപ്പള്ളി വില്ലേജ് ഓഫീസർ ബീന MC, ലിൻഡ PP, സലീം ES, താജുദ്ദീൻ PS, BLO യാഷിക എന്നിവർ പങ്കെടുത്തു. BJP നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി വികസന മുന്നേറ്റ പദയാത്രകൾ നടത്തി. പടിഞ്ഞാറൻ മേഖലാ ജാഥയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV സെന്തിൽകുമാർ നേതൃത്വം നൽകി. കിഴക്കൻ മേഖലാ ജാഥയ്ക്ക് ജില്ലാ സെക്രട്ടറി സജിനി ഉണ്ണിയാരംപുരയ്ക്കൽ നേതൃത്വം നൽകി. ഷൈൻ നെടിയിരിപ്പിൽ, ഭഗീഷ് പൂരാടൻ എന്നിവർ ജാഥകൾ ഉദ്ഘാടനം ചെയ്തു. AK ചന്ദ്രശേഖരൻ, ലാൽ ഊണുങ്ങൽ, NS ഉണ്ണിമോൻ, ഷാജി പുളിക്കൽ, PT ശ്രീകുട്ടൻ, PK ബേബി, ഭരതൻ വളവത്ത്, ജയരാമൻ വളവത്ത്, സിജിത്ത് കരുവത്ത്, സിദ്ധാർത്ഥൻ ആലപ്പുഴ, ജ്യോതിദാസ്, അംബിക, സുധീർ കാഞ്ഞിരപ്പറമ്പിൽ, ദിനേശ് വെള്ളാഞ്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. 2 ജാഥകളും തൃപ്പയാറിൽ ഒരുമിച്ചു. സമാപന സമ്മേളനം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനത്തിൽ വെച്ച് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി രഹന ബിനേഷ് BJPയിൽ ചേർന്നു. ഉണ്ണികൃഷ്ണൻ ഷാളണിയിച്ചുകൊണ്ട് രഹനയെ സ്വീകരിച്ചു. ഡിസംബർ മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പഞ്ചായത്ത് അധ്യക്ഷനെയും സ്വീകരിക്കാനുള്ള ഭാഗ്യമുണ്ടാവും എന്ന് പറയാൻ ഞാൻ സൂചിപ്പിച്ചത്. അതിൽ തൃപ്രയാറപ്പന്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ പഞ്ചായത്തിൽ 2 ജാഥകളാണ് നടന്നിരുന്നത്. ആ 2 ജാഥകൾക്ക് നേതൃത്വം നൽകിയ ക്യാപ്റ്റന്മാർ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ അന്വേഷിച്ചപ്പോൾ ചോദിച്ചറിഞ്ഞിരുന്നു, ഈ ജാഥ പുറപ്പെട്ട് അത് തൃപ്രയാറിൽ നമ്മുടെ ഈ സെന്ററിൽ എത്തുന്നത് വരെയുള്ള നിരവധി സ്വീകരണങ്ങൾ, അതുപോലെ തന്നെ റോഡിൻ്റെ ഇരുവശങ്ങളിലും നിന്ന് ഈ ജാഥയ്ക്ക് പദയാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അതിനെ ഹൃദയപൂർവ്വം സ്വീകരിച്ചവർ, അഭിവാദ്യം ചെയ്തവർ, ജാഥയിൽ ഒപ്പം നിരുന്നവർ, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ പഞ്ചായത്തിൽ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പണി പൂർത്തീകരിച്ച വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിലെ കൊണ്ടിയാറ പ്രഭാകരൻ റോഡ് നാട്ടുകാർക്കായി തുറന്നുകൊടുത്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് VR ജിത്ത് അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ തപതി KA, ജ്യോതി രവീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനിത ത്രിദീപ് കുമാർ, അജ്മൽ ഷെരീഫ്, മണി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഗ്രാമപഞ്ചായത്തിൽ 17 റോഡുകളാണ് നമ്മൾ ഈ വർഷം നിർമ്മിക്കുന്നത്. ഏറെ സന്തോഷം. എല്ലാ റോഡുകളും ഞങ്ങൾക്ക് വളരെ കൃത്യതയോടുകൂടി ഭരണസമിതിയുടെ കാലയളവിൽ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് തീർക്കാനായിട്ട് കഴിഞ്ഞു. നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരു കഠിനാധ്വാനം തന്നെയാണ് ഈ റോഡിൻ്റെ ഈ പൂർത്തീകരണത്തിന് പിന്നിൽ. അപ്പോൾ തൃപ്പയാർ ശ്രീ ഷൺമുഖ സമാജം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ക്ഷേത്രം തന്ത്രി തരണനല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നവകം, പഞ്ചഗവ്യം, കളഭം എന്നിവ നടന്നു. രാവിലെ 11-ന് ക്ഷേത്രസമിതിയുടെ നേതൃത്വത്തിൽ അന്നദാനം നടന്നു. വൈകിട്ട് ദീപാരാധന, കലാമണ്ഡലം മോഹനമാരാരുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ പഞ്ചവാദ്യം എന്നിവയുമുണ്ടായി. പ്രസിഡന്റ് രവി കൊളത്തേക്കാട്ട്, സെക്രട്ടറി ജനാർദ്ദനൻ കുന്നത്ത്, EG സോമൻ, EC പ്രദീപ്, രക്ഷാധികാരി ഭൂപേഷ് വെള്ളാഞ്ചേരി എന്നിവർ നേതൃത്വം നൽകി.
ലാൻഡ് ട്രൈബ്യൂണലുകളിലെ കേസ് ഫയൽ തീർപ്പാക്കൽ കർമ്മ പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളം ലാൻഡ് ട്രൈബ്യൂണൽ ഓഫീസിൽ 2024 ഡിസംബർ വരെ ക്രയ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി അപേക്ഷ നൽകിയ തലപ്പിള്ളി, കുന്നംകുളം, ചാവക്കാട് താലൂക്ക് പരിധിയിൽപ്പെട്ട അപേക്ഷകരിൽ വിചാരണയ്ക്ക് ഹാജരാകാതിരുന്നവർക്ക് ഒരു അവസരം കൂടി നൽകുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ഇവർ നവംബർ 10, 11, 12 തീയതികളിൽ രാവിലെ 10:30 കുന്നംകുളം ലാൻഡ് ട്രൈബ്യൂണൽ ഓഫീസിൽ കൈപ്പറ്റ് രസീത് സഹിതം വിചാരണയ്ക്ക് ഹാജരാകേണ്ടതാണ്. ഹാജരാകാത്ത അപേക്ഷകരുടെ കേസുകൾ ഇനി ഒരറിയിപ്പില്ലാതെ തീർപ്പാക്കുന്നതായിരിക്കുമെന്നും ലാൻഡ് ട്രൈബ്യൂണൽ സ്പെഷ്യൽ തഹസിൽദാർ ബാബു KT അറിയിച്ചു. ഒരിടവേള കൂടി. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. വലപ്പാട് ഭാരത വിദ്യാമന്ദിർ സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് നടന്നു. വലപ്പാട് ഭാരത വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിലെ കിഡ്സ് ഫെസ്റ്റ് മെന്റലിസ്റ്റ് രഞ്ജിത്ത് രാജൻ ഉദ്ഘാടനം ചെയ്തു. സത്യത്തിൽ നമ്മൾ ഈ ഒരു പുതിയ കാലം നമ്മൾ പഠിച്ചിരുന്ന ഈ എൻ്റെയൊക്കെ ഏജുള്ളവർ പഠിച്ചിരുന്നൊരു കാലം പോലെയല്ല. ഇപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ലഹരിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്കൂളൊക്കെ അതിനെതിരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നൊരു സ്കൂളാണ്. കുട്ടികളെ ബോധവാന്മാരാക്കുന്നുള്ളതൊക്കെ എനിക്കറിയാം. നമ്മൾ രക്ഷിതാക്കളും മോശക്കാരല്ല. പക്ഷെ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികൾ ശാസിക്കേണ്ട ചില കാര്യങ്ങളുണ്ടാവുമല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ നാട്ടിൽ കാമുകിയെയും ഉമ്മയെ വിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. മറ്റു വല്യപ്പ അങ്ങനെയുള്ളവരൊക്കെ കൊന്നൊരു ചരിത്രം കുറച്ച് നാൾ മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മാധ്യമങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. മോളെ കയ്യിലേക്ക് വരുന്നത്, മോളുടെ കൈ നേരെ പിടിക്കും. മോളെ കയ്യിലേക്ക് വന്നതായിട്ട് മോള് കരുതണം കേട്ടാ. കയ്യിലേക്ക് ഇനി മോള് കൈ ഒന്ന് നിർത്തി നോക്കി. ഉണ്ടോ നോക്കിയാ കയ്യിലുണ്ടോ? ഒന്ന് കാണിച്ചു കൊടുത്തവർക്ക്. ലിപ്സ്റ്റിക്ക് വന്നിട്ടുണ്ട്. മാനേജർ അജിത് പ്രസാദ് അധ്യക്ഷനായി. പ്രിൻസിപ്പാൾ ബിന്ദു സോമൻ, വൈസ് പ്രിൻസിപ്പാൾ സരിത N, PTA പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ, പ്രിയ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ ഇനങ്ങളിൽ കുട്ടികളുടെ കലാമത്സരങ്ങൾ നടന്നു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പബ്ലിക് ലൈബ്രറി നവീകരിച്ച കമ്പ്യൂട്ടർവൽക്കരിച്ചതിന്റെ ഉദ്ഘാടനം സംവിധായകനും തിരക്കഥാകൃത്തുമായ MN വിനയകുമാർ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ടെസി, താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗങ്ങളായ TN അജയകുമാർ, KA കൊച്ചുമോൻ, പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് സിന്ധു, പഞ്ചായത്ത് അംഗങ്ങളായ PA ഷമീർ, PH ബാബു, ലൈബ്രറിയൻ MS സുബിൻ എന്നിവർ സംസാരിച്ചു. MN വിനയകുമാർ എഴുതിയ ചിണ്ടത്തി എന്ന പുസ്തകം ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയിലേക്ക് അദ്ദേഹം സമ്മാനിച്ചു. മാതൃകാപരമാണ്. ഇപ്പോൾ ഇന്ന് മനസ്സിലാവണമെങ്കിൽ ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാം. മലയാളത്തിൽ ഇപ്പോൾ ഒരു നോവൽ ഇറങ്ങിയാൽ ചിലതൊക്കെ 100 എഡിഷൻ അല്ലേ, 100ാമത്തെ പതിപ്പ് അല്ലെങ്കിൽ 25ാമത്തെ പതിപ്പ്, 28 ഒരു കൊല്ലത്തിനുള്ളിലൊക്കെ എത്ര പതിപ്പുകൾ നോവലുകൾക്ക് വരുന്നു നോക്കിയാൽ
ഏറ്റവും ഒടുവിൽ വരാറാവാണ്ടിരിക്കുക തപോമയുടെ അച്ഛൻ ഈ സന്തോഷ് കുമാറിൻ്റെ, അതിനുമുമ്പ് കാട്ടൂർക്കടവ്, നിങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള അശോകൻ ചെരുവിൻ്റെ, ഇതൊക്കെ നിരവധി പതിപ്പുകൾ ഇറങ്ങിക്കഴിഞ്ഞു. ടി ഡി രാമകൃഷ്ണൻ, സുഭാഷ് ചന്ദ്രൻ, ഹരീഷ്. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ക്ഷീരകർഷകർക്ക് ധാതു ലവണ മിശ്രിതം വിതരണം ചെയ്തു. പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയതങ്ങൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജുക്കുട്ടൻ, വെറ്റിനറി ഡോക്ടർ ശിവനാരായണൻ, ആഷിമ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 ലക്ഷം രൂപ ചെലവിട്ടാണ് 100 കർഷകർക്ക് ധാതു ലവണ മിശ്രിതം വിതരണം ചെയ്തത്. സ്റ്റാഫുകളായാലും എല്ലാവർക്കും അഭിനന്ദനം. നമുക്കറിയാം, നമ്മൾ ഓരോ നേരത്തെ നാസർ സൂചിപ്പിച്ച പോലെ ഗ്രാമസഭയിലും വർക്കിംഗ് ഗ്രൂപ്പിലും വരുന്ന നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ അത് അംഗീകരിച്ച് അത് പദ്ധതിയാക്കി വരുമ്പോൾ പദ്ധതിക്ക് ഇത്ര ഫണ്ട് മാറ്റി വയ്ക്കുക, പിന്നെയെല്ലാം ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിർവഹണ ഉദ്യോഗസ്ഥരാണ് അത് ചെയ്യുന്നത്. അതിൻ്റെ പിന്നിൽ ഞങ്ങൾ വെറുതെ ഒന്ന് ഇടയ്ക്ക് എന്തായി ഡോക്ടറെ അല്ലെങ്കിൽ എന്തായി കൃഷി ഓഫീസറെ എന്ന് ഞങ്ങൾ ചോദിക്കാറേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ എല്ലാവരും, ഇപ്പം നമ്മളെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിർവഹണ ഉദ്യോഗസ്ഥരും അതേപോലെ പഞ്ചായത്തിൻ്റെ സ്റ്റാഫുകളായാലും എല്ലാം നമ്മളെ ഭരണസമിതിയോട് വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ജനകീയാസൂത്രണം വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂളുകളിലേക്ക് ബോട്ടിൽ ബൂത്ത് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി ഉദ്ഘാടനം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത ഗണേശൻ അധ്യക്ഷയായി. VEO ഷീന, രേഖ എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് EMS സ്മാരക മൾട്ടി പർപ്പസ് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണ ഉദ്ഘാടനം മണ്ണൂർ GHSSൽ നടന്നു. അന്തിക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ BN സുർജിത്ത് അധ്യക്ഷനായി. രാകേഷ് കണിയാമ്പറമ്പിൽ, വാർഡ് മെമ്പർ പുഷ്പ വിശ്വംഭരൻ, പ്രധാനാധ്യാപിക ടെസി റോസ് മുണ്ടശ്ശേരി, പ്രിൻസിപ്പൽ GGP ബാലകൃഷ്ണൻ, LP പ്രധാനാധ്യാപിക ജോസി CL, OSA പ്രതിനിധികളായ KV ഡേവിസ്, MR മോഹനൻ, PK കൃഷ്ണൻ, അരുൺ ആനന്ദ്, അജീഷ് KA, ഗിരീഷ് ചിറയത്ത് എന്നിവർ സംസാരിച്ചു. വാടനപ്പള്ളി ഹരിതനഗറിൽ താമസിക്കുന്ന മാങ്ങൻ അന്തോണിയുടെ മകൻ ജോസ് നിര്യാതനായി. 73 വയസ്സായിരുന്നു. റീത്തയാണ് ഭാര്യ. റീജോ, ജിജോ എന്നിവർ മക്കളും സ്മിത, റിയ എന്നിവർ മരുമക്കളുമാണ്. പരേതന്റെ നേത്രപടലങ്ങൾ വാടനപ്പള്ളി സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ സംഘടനയുടെ നേതൃത്വത്തിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ നേത്രബാങ്കിലേക്ക് ദാനം ചെയ്തു. കാരമുക്ക് പുലിക്കോട്ടിൽ ജോസ് നിര്യാതനായി. 80 വയസ്സായിരുന്നു. ദീർഘകാലം കണ്ടശങ്കടവ് മാർക്കറ്റിൽ പച്ചക്കറി വ്യാപാരിയായിരുന്നു. ലൂസിയാണ് ഭാര്യ. മിനി, തോമസ് എന്നിവർ മക്കളും റോബർട്ട്, സ്റ്റെഫി എന്നിവർ മരുമക്കളുമാണ്. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. നീന്തലിലൂടെ തിരികെ കിട്ടിയ ജീവിതത്തിലെ ഏറെ സമയവും കുട്ടികളെ നീന്തൽ പരിശീലിപ്പിക്കാൻ വിനിയോഗിച്ച് ഏങ്ങന്നൂർ സ്വദേശി അരുൺ രാജ്. BJP നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി വികസന മുന്നേറ്റ പദയാത്രകൾ നടത്തി. തൃപ്രയാർ ഷൺമുഖ സമാജം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.